ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മാത്രൂട്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-ഇയർ ഡിഗ്രി BSc മാത്സിന്റെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള ബേസിക് ലീനിയർ ആൾജിബ്രയിലെ എക്സസൈസ് പ്രോബ്ലംസ് ആണ്. എക്സസൈസ് 28. ഓർത്തോഗണലി ഡയഗണലൈസ് ദ മെട്രിക്സ് A ഈക്വൽ ടു 3 1 1 3. നമ്മൾ A എന്നുള്ള ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്യാം? ഓർത്തോഗണലി ഡയഗണലൈസ് ചെയ്യാം. ഗിവിംഗ് an orthogonal matrix P and a diagonal matrix D. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണം? P എന്നുള്ള ഒരു ഓർത്തോഗണൽ മെട്രിക്സും D എന്നുള്ള ഒരു ഡയഗണൽ മെട്രിക്സും നമ്മൾ ഇതിന്റെ കൂടെ ഫൈൻഡ് ചെയ്യണം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ഈ സ്ക്വയർ മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാം. ഏതൊരു മെട്രിക്സ് A തന്നു കഴിഞ്ഞാലും അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാനുള്ള മെത്തേഡ് ഇതാണ്. ഡിറ്റർമിനന്റ് ഓഫ് A മൈനസ് ലാംഡ ഈക്വൽ ടു 0 എന്നുള്ളത് സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ ചില ടെക്സ്റ്റിൽ ഇത് തിരിച്ചും കാണാം, ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ I മൈനസ് A ഈക്വൽ ടു 0. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ ഉണ്ടായിരിക്കും. ആ ഇക്വേഷൻ ആയിരിക്കും എന്ത്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. നമ്മൾ ഇതിനെ മാത്രം പറയുന്നതാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. ഈക്വൽ ടു 0 കൂടെ ചേരുമ്പോൾ നമ്മൾ അതിനെ ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ലാംഡ വാല്യൂസിനാണ് നമ്മൾ ഐഗൺ വാല്യൂസ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ കിട്ടുന്ന ലാംഡ വാല്യൂസ്, നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലാംഡ വാല്യൂസ് ആണ് ഐഗൺ വാല്യൂസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന മാട്രിക്സിന്റെ ഓർഡർ നോക്കുക, അല്ലെങ്കിൽ സൈസ്. ഇത് 2/2 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പോളിനോമിയൽ സെക്കൻഡ് ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മൾ മാട്രിക്സ് 2/2 ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എഴുതാൻ നമുക്കൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് ആണ് ഇവിടെ പറയുന്നത്. ലാംഡ സ്ക്വയർ മൈനസ് trace of A into lambda plus determinant of A equal to 0. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് 2/2 മാട്രിക്സ് തന്നു കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാനുള്ള ട്രിക്ക് ആണ്. ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് A into ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് A equal to 0. ഇവിടെ ലാംഡ സ്ക്വയർ നമ്മൾ എഴുതാം, മൈനസ് ട്രേസ് ഓഫ് A എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് A എന്നുള്ള മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ സം, ഇതാണ് ട്രേസ്. സോ 3 + 3 എന്ന് പറയുമ്പോൾ 6. ഓക്കെ, 6 ഇൻറ്റു ഇവിടെ ലാംഡ ഉണ്ട് പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എന്ന് പറയുമ്പോൾ എന്റെ ഡിറ്റർമിനന്റ് 3 × 3 മൈനസ് 1 × 1. നോക്കൂ, ഇത് 9 - 1 8 നമുക്ക് കിട്ടും. സോ ഈ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എത്രയാണ്? 8 ആണെന്ന് കിട്ടി. സോ ഡിറ്റർമിനന്റ് വാല്യൂ 8 ഇവിടെ കൊടുത്തു, ഈക്വൽ ടു 0. അപ്പൊ നിങ്ങൾക്ക് ഇതാ ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ പ്ലസ് 8 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ആ ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യാതെ നമുക്ക് ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ട് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യാം. ഇത് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 8ഉം ആഡ് ചെയ്താൽ -6ഉം കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? -4 ഉം -2. കാരണം -4 × -2 8 ആണ്. -4 -2 കൂട്ടിയാൽ -6 ആണ്. ഓക്കെ, സോ മൾട്ടിപ്ലൈ ചെയ്താൽ 8ഉം ആഡ് ചെയ്താൽ -6ഉം കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് -4 ഉം -2 ആണ്. സോ ഇത് നമ്മൾ രണ്ട് ഫസ്റ്റ് ഡിഗ്രി ആക്കി എഴുതി. ലാംഡ -4 × ലാംഡ -2. ഓക്കെ, നമ്മൾ ഇതിനെ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 0 എന്ന് കൊടുക്കുമ്പോൾ, ഓക്കെ, ഇവിടെ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ ലാംഡന്റെ വാല്യൂസ് ഇതിന്റെ ഓപ്പോസിറ്റ് വാല്യൂ 4ഉം ഇതിന്റെ ഓപ്പോസിറ്റ് വാല്യൂ 2ഉം കിട്ടും. അപ്പൊ ലാംഡയ്ക്ക് രണ്ട് വാല്യൂസ് കിട്ടും, 4ഉം 2ഉം. ഈ രണ്ട് വാല്യൂസ് ആണ് ഇത് ഐഗൺ വാല്യൂസ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഐഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് ഫൈൻഡ് ചെയ്യാം. ഐഗൺ വെക്ടർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. A - lambda I into x equal to 0 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന x എന്നുള്ള കോളം വെക്ടേഴ്സ്, കോളം മെട്രിക്സിനാണ് നമ്മൾ എന്ത് പറയാ? ഐഗൺ വെക്ടർ എന്ന് പറയാം. അപ്പൊ സിമ്പിൾ ആയിട്ട് 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ x ഫൈൻഡ് ചെയ്യാൻ നമ്മൾ ലാംഡക്ക് 4 എന്ന് കൊടുക്കുക. കാരണം ലാംഡ വാല്യൂസ് ആണ് 4ഉം 2ഉം. നമ്മൾ ആദ്യം ലാംഡക്ക് ഇവിടെ 4 എന്ന് കൊടുത്താൽ A - 4i into x equal to 0 എന്നുള്ള ഇക്വേഷൻ വരും. നോക്കൂ, ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് നമ്മൾ A - 4i എന്നുള്ള മെട്രിക്സ് ഫൈൻഡ് ചെയ്യാം. A എന്നുള്ള മെട്രിക്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യാം? 4 into ഐഡന്റിറ്റി മെട്രിക്സ് സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, അതേപോലെ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ് 0 ഉള്ള മെട്രിക്സ് എടുക്കുക. എന്നിട്ട് ഇതിനെ ഓഗ്മെന്റഡ് മെട്രിക്സ് ആക്കി സോൾവ് ചെയ്യാം. നോക്കൂ, A - 4i ഇവിടെ എഴുതി. ഇനി ഇവിടുത്തെ റൈറ്റ് സൈഡിലെ മെട്രിക്സ് ഏതാണ്? 0 മെട്രിക്സ്. അത് നമ്മൾ ഇവിടെ എഴുതി, ഓഗ്മെന്റഡ് മെട്രിക്സ് ആയി. അപ്പൊ നമുക്ക് A - 4 എന്ന് പറയുമ്പോൾ നമ്മൾ A എന്നുള്ള മെട്രിക്സിന് 4 into ഐഡന്റിറ്റി മെട്രിക്സ് സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ നോക്കുക, ഇവിടെ A ആരാണ്? 3 1 1 3 മൈനസ് 4 into I എന്ന് പറയുമ്പോൾ 4 into ഐഡന്റിറ്റി മെട്രിക്സ് 4 into 1 0 0 1.
നോക്കൂ, ഇവിടെ 4 കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെയും 4 ആകും. ഓക്കെ, ഈ 4 ഉള്ളിലേക്ക് കയറും. അപ്പോൾ നോക്കൂ, 3 മൈനസ് 4 എന്ന് പറയുമ്പോൾ -1. അതേപോലെ 1 മൈനസ് 0 എന്ന് പറയുമ്പോൾ 1. 1 മൈനസ് 0 എന്ന് പറയുമ്പോൾ 1. 3 മൈനസ് 4 എന്ന് പറയുമ്പോൾ -1. ഇതാണ് നമ്മുടെ a-4i. ഓക്കെ, ഇതാണ് നമ്മുടെ a-4i. ഇതേപോലെ ഇതിന്റെ കൂടെ റൈറ്റ് സൈഡിൽ 0 മെട്രിക്സിനെ കൂടെ നമ്മൾ ചേർക്കുക. ഇനി നമ്മൾ ഈ മെട്രിക്സിനെ റോ റെഡ്യൂസ് ചെയ്യാം. റോ റെഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡ് ഇതാണ്. നമ്മൾ ഫസ്റ്റ് റോയിലെ ഏറ്റവും ലെഫ്റ്റിലുള്ള നോൺ സീറോ എലമെന്റ് 1 ആക്കുക, അതിന്റെ താഴേക്കുള്ള എല്ലാ എലമെന്റ്സും 0 ആക്കുക. നോക്കൂ, ഇവിടെ ഈ താഴെയുള്ള റോയില് ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പൊ ഈ രണ്ട് റോനെ നമ്മൾ അങ്ങോട്ട് കൊണ്ട് ചേഞ്ച് ചെയ്യാം. നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഈ താഴെയുള്ള റോനെ ഞാൻ ഫസ്റ്റ് എഴുതി 1 -1 0. ഇനി മേലുള്ള റോനെ ഞാൻ താഴെ എഴുതി -1 1 0. ഇനി നോക്കൂ, ഈ താഴെയുള്ള -1നെ ഞാൻ 0 ആക്കുന്നു. അപ്പൊ നോക്കൂ, ഫസ്റ്റ് റോനെ ഒന്നും ചെയ്യുന്നില്ല, 1 -1 0. നോക്കൂ, ഇതിനെ 0 ആക്കാൻ വേണ്ടി ഈ റോയും കൂട്ടിയാൽ മതി, ആഡ് ചെയ്താൽ മതി. -1 + 1 -1 + 1 0. അതുപോലെ 1 - 1 0, 0 + 0 0. അങ്ങനെയാണ് 1 -1 0 എന്നുള്ള ഈ റോയും 0 0 0 എന്നുള്ള ഈ റോയും കിട്ടുന്നത്. നോക്കൂ, ഇതൊന്നും നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ സിമ്പിൾ ആണ്. ഈ ലാസ്റ്റ് കോളത്തിനെ മാറ്റി നിർത്തുക. ഈ 1 ഇൻറ്റു ഒരു x1 എടുക്കുക പ്ലസ് -1 ഇൻറ്റു x2 ഈക്വൽ ടു ഈ എലമെന്റ് 0 എന്ന് എഴുതാം. അതുപോലെ അടുത്തത് 0 ഇൻറ്റു x1 പ്ലസ് 0 ഇൻറ്റു x2 ഈക്വൽ ടു ഇവിടുത്തെ ലാസ്റ്റ് 0. നോക്കൂ, ഇത് 1 ഇൻറ്റു x1 എന്ന് പറയുമ്പോൾ x1, ഇത് പ്ലസ് മൈനസ് ഉണ്ടാവും, മൈനസ് ആവും. -1 ഇൻറ്റു x എന്ന് പറയുമ്പോൾ -x2 ഈക്വൽ ടു 0. ഇത് നമുക്ക് 0 ഈക്വൽ ടു 0 എന്ന് കിട്ടും. 0 ഇൻറ്റു x1 0 പ്ലസ് 0 ഇൻറ്റു x2 0. അപ്പോൾ 0 പ്ലസ് 0 ഈക്വൽ ടു 0. നമുക്ക് അതിൽ നിന്നൊന്നും കിട്ടാനില്ല. ഓക്കെ, സോ x1 മൈനസ് x2 ഈക്വൽ ടു 0 നെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, സോ ഇത് നമുക്ക് എന്ത് കിട്ടി? x1ന്റെ വാല്യൂ തന്നെയാണ് x2ന്. അപ്പൊ x2ന് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഓക്കെ, അതേ വാല്യൂ x1ന് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? x2ന് ഒരു ഫ്രീ വേരിയബിൾ ആണെന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ x1ന് കൊടുക്കുന്ന അതേ വാല്യൂ നമ്മൾ എന്ത് ചെയ്താൽ മതി? x2ന് കൊടുക്കുന്ന അതേ വാല്യൂ x1ന് കൊടുത്താൽ മതി. സോ നമ്മൾ നേരത്തെ ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? a മൈനസ് ലാംഡക്ക് നമ്മൾ 4 കൊടുത്തപ്പോൾ a മൈനസ് 4i ഇൻറ്റു x ഈക്വൽ 0. ഇതിലെ x എന്നുള്ളത് എന്താണ്? x എന്നുള്ളത് ഒരു കോളം മെട്രിക്സ് ആണ്. ഓക്കെ, നമ്മുടെ മെട്രിക്സ് 2x2 സൈസ് ആണെങ്കിൽ, അല്ലെങ്കിൽ മെട്രിക്സിന് 2 കോളംസ് ആണെങ്കിൽ x എന്നുള്ളത് 2 വാല്യൂസ് ഉണ്ടായിരിക്കും, x1 ഉം x2. ഓക്കെ, ഇവിടെ നോക്കൂ, x2ന് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഫ്രീ വേരിയബിൾ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. അപ്പൊ x2 ഞാൻ എന്ത് ചെയ്തു? ജസ്റ്റ് ഒരു 1 കൊടുത്തു. x2 വാല്യൂ 1 ആണെങ്കിൽ അതിന് ഈക്വൽ ആണ് x1. എന്നാൽ x1 x2 ഈക്വൽ ആണ്. അപ്പൊ x2ന് ഞാൻ ഇവിടെ 1 എന്ന് കൊടുത്തപ്പോൾ അതിന് ഈക്വൽ ആണ് x1. സോ 1 1 എന്ന് കിട്ടി. ഇതായിരിക്കും എന്താ നമ്മുടെ 4 എന്നുള്ള ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ x 1,1 അല്ലെങ്കിൽ 1 1. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? 1 1 എന്നുള്ള ഐഗൺ സ്പേസിലെ ഒരു ഐഗൺ വെക്ടർ കിട്ടി. ഇനി നമ്മൾ ഈ കിട്ടിയ വെക്ടറിനെ യൂണിറ്റ് വെക്ടർ ആക്കി മാറ്റുക, ലെങ്ത് 1 ഉള്ള വെക്ടർ ആക്കി മാറ്റുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ വെക്ടറിനെ അതിന്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമ്മൾ ഇതിനൊരു v എന്ന് പേര് കൊടുക്കാം. സപ്പോസ് v1 എന്ന് പേര് കൊടുക്കാം. v1 എന്നുള്ളത് 1 1 ആണെങ്കിൽ, ഓക്കെ, നമുക്ക് ഇതിന്റെ യൂണിറ്റ് വെക്ടർ u1 കിട്ടണമെങ്കിൽ v1നെ അതിന്റെ ലെങ്ത് നോം v1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതായത് 1 ബൈ നോം v1 ഇൻറ്റു v1 ചെയ്യാം. നോക്കൂ, ഇവിടെ 1 ബൈ നോം v1 എന്ന് പറയുമ്പോൾ v1 എന്നുള്ള ഈ കിട്ടിയ വെക്ടറിന്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യാം. ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ സിമ്പിൾ ആണ്. നോം v1 എന്നുള്ളത് സിമ്പിൾ ആണ്. നോം v1 എന്ന് പറയുമ്പോൾ √1² + 1² √1² + 1² ഇൻറ്റു v1 എന്നുള്ളത് ആരാണ്? 1 1. അപ്പൊ നോക്കൂ, നമുക്ക് എന്താണ് കിട്ടുക? ഇവിടെ 1 ബൈ √1² + 1² √2 എന്ന് കിട്ടും. ഓക്കെ, 1 ബൈ √1 + 1 2. അപ്പോൾ 1 ബൈ √2 ഇൻറ്റു 1 1. അപ്പോൾ നോക്കൂ, 1 ബൈ √2 ഇൻറ്റു 1 ഉം 1 ബൈ √2 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 1 ബൈ √2 1 ബൈ √2. ഇതായിരിക്കും നമ്മുടെ u1 എന്നുള്ള വെക്ടർ. ഇതെന്തായിരിക്കും? ലെങ്ത് 1 ഉള്ള ഒരു വെക്ടർ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ ലാംഡ ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ a മൈനസ് ലാംഡ ഇൻറ്റു x ഈക്വൽ 0 എന്നുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യും. സോ നോക്കൂ, ഇവിടെ ലാംഡക്ക് നമ്മൾ എന്ത് ചെയ്യുക? 2 എന്ന് കൊടുക്കുമ്പോൾ a മൈനസ് 2i ഇൻറ്റു x ഈക്വൽ 0 എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? a മൈനസ് 2i എന്നുള്ള മെട്രിക്സും റൈറ്റ് സൈഡിലുള്ള 0 മെട്രിക്സിനെയും ഓഗ്മെന്റഡ് മെട്രിക്സ് ആക്കി എഴുതാം. സോ a മൈനസ് 2i 0 എന്ന് എഴുതി.
അപ്പോൾ എ മൈനസ് 2 എന്ന് പറയുമ്പോൾ എ എന്നുള്ള മെട്രിക്സിന് 2 ഇൻറ്റു ഐഡന്റിറ്റി മെട്രിക്സ് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 1 1 1 എന്നുള്ള മെട്രിക്സ് കിട്ടും. ഇനി ഇവിടെ 0 എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് കംപ്ലീറ്റ് 0 ആയിട്ടുള്ള 0 മെട്രിക്സ്. നോക്കൂ, ഇത് നമ്മൾ റോ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോയിലെ ഏറ്റവും ലെഫ്റ്റിലുള്ള നോൺ സീറോ എലമെന്റ് 1 ആണ്. നമ്മൾ ആ റോനെ അങ്ങനെ തന്നെ നിർത്തി അതിന് താഴേക്കുള്ള ഈ എലമെന്റ് 0 ആക്കുക. അതിനുവേണ്ടി ഈ റോന്ന് ഈ റോ കുറയ്ക്കുക, സെക്കൻഡ് റോന്ന് ഫസ്റ്റ് റോ കുറയ്ക്കുക. 1 മൈനസ് 1 0, 1 മൈനസ് 1 0, 0 മൈനസ് 0 0. ഇത് നോക്കൂ, സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫസ്റ്റ് റോനെ ഈ ലാസ്റ്റ് കോളത്തിന് അവിടെ മാറ്റി നിർത്താം. ഓക്കെ, ലാസ്റ്റ് കോളത്തിന് നമ്മൾ അവിടെ മാറ്റി നിർത്താം. സോ x1 ന്റെ എത്ര കോൾ ഉണ്ട് നോക്കുക, 2 കോളാണ്. സോ x1 x2 എന്നുള്ള 2 വേരിയബിൾ എടുക്കുക. സോ 1 ഇൻറ്റു x1 പ്ലസ് 1 ഇൻറ്റു x2 ഈക്വൽ ടു 0. സോ 1 ഇൻറ്റു x1 എന്ന് പറയുമ്പോൾ x1 പ്ലസ് 1 ഇൻറ്റു x2 എന്ന് പറയുമ്പോൾ x2 ഈക്വൽ ടു 0. അതേപോലെ 0 ഇൻറ്റു x1 പ്ലസ് 0 ഇൻറ്റു x2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. നമുക്ക് അതുകൊണ്ട് കാര്യമില്ല, നമുക്ക് ആവശ്യമില്ല, ഇക്വേഷൻ ട്രൂ ആണ്. ഇനി നോക്കൂ, ഇവിടെ 1 ഇൻറ്റു x1 പ്ലസ് 1 ഇൻറ്റു x2 ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷന് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഈ x2 നെ ഞാൻ അവിടെ വെച്ചു, x1 ന്റെ റൈറ്റ് സൈഡിലേക്ക് എടുത്തു. അപ്പൊ x2 ഈക്വൽ ടു മൈനസ് x1 ആയിട്ട് മാറി. ഓക്കെ, എന്ന് പറയുമ്പോൾ x1 x2 ഉള്ളത് x1 ന്റെ ടേമിലാണ്. ഓക്കെ, എന്ന് പറയുമ്പോൾ x1 എന്താണ്, ഒരു ഫ്രീ വേരിയബിൾ ആണ്. x1 നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ x1 ന് ഒരു 1 കൊടുത്തു. നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഞാൻ എന്ത് ചെയ്തു, സിമ്പിൾ ആയിട്ട് x1 ന് 1 കൊടുത്തു. സോ നമ്മുടെ x എന്നുള്ള ഇവിടുത്തെ ഈ x എന്നുള്ള കോളം മെട്രിക്സ് അതെന്തായിരിക്കും, x എന്നുള്ളത് x1 x2 ആയിരിക്കും. x1 എന്നുള്ളത് x1 തന്നെ, കാരണം x1 ഫ്രീ ആയതുകൊണ്ട് x1 തന്നെ. x2 എന്നുള്ളത് എന്താണ്, അത് മൈനസ് x1 ആണ്. അപ്പൊ x2 ന് പകരം മൈനസ് x1 കൊടുത്തു. ഇവിടെ x1 ന് നമ്മൾ 1 എന്നാണ് കൊടുത്തത്. സോ ഇവിടെയും 1 കൊടുക്കുക. സോ 1 ഉം മൈനസ് 1 ഉം. സോ നമുക്ക് എന്ത് കിട്ടി, അടുത്ത ഒരു വെക്ടർ കിട്ടി, അടുത്തൊരു ഐഗൺ വെക്ടർ കിട്ടി. 2 എന്നുള്ള ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ ആരാണ്, 1 മൈനസ് 1. ഇത് നമ്മൾ എന്ത് ചെയ്യും, ഒരു v2 എന്ന് പേര് കൊടുക്കുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ നോർമലൈസ് ചെയ്യുക, ലെങ്ത് 1 ആക്കി മാറ്റുക. അപ്പൊ നോക്കൂ, നമ്മൾ ഈ v2 ന്റെ ലെങ്ത് 1 ആക്കാൻ നമ്മൾ ഒരു യൂണിറ്റ് വെക്ടർ ആക്കാൻ നമ്മൾ എന്താ ചെയ്യുക, v2 നെ അതിന്റെ ലെങ്ത് നോം v2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 1 ബൈ നോം v2 ഇൻറ്റു v2, അത് നമ്മൾ u2 എന്ന് പേര് കൊടുക്കുക. അപ്പൊ നോക്കൂ, 1 ബൈ നോം v2 എന്ന് പറയുമ്പോൾ ഇതിലെ ഈ v2 ന്റെ കോർഡിനേറ്റ്സ് സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് അതിന്റെ റൂട്ട് എടുക്കുക. എന്ന് പറയുമ്പോൾ 1 ബൈ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് മൈനസ് 1 സ്ക്വയർ. ഓക്കെ, 1 സ്ക്വയർ പ്ലസ് മൈനസ് 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിന്റെ വാല്യൂ എത്ര ആയിരിക്കും, 1 സ്ക്വയർ 1 മൈനസ് 1 സ്ക്വയർ 1. അപ്പോൾ റൂട്ടിന്റെ ഉള്ളിൽ 2 എന്ന് വരും. അപ്പോൾ 1 ബൈ റൂട്ട് 2 ഇൻറ്റു ഇവിടെ v2 എന്നുള്ളത് നമ്മൾ അതേപോലെ എഴുതാം. അപ്പോൾ 1 ബൈ റൂട്ട് 2 ഇൻറ്റു 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ 1 ബൈ റൂട്ട് 2 മൈനസ് 1 ബൈ റൂട്ട് 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, u2 എന്നുള്ള ഒരു യൂണിറ്റ് വെക്ടർ കിട്ടി. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്, നമുക്ക് എ എന്നുള്ള ഒരു മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്, ഒരു ഡയഗണൽ മെട്രിക്സ് ഡി വേണം, അതേപോലെ ഒരു ഓർത്തോഗണൽ മെട്രിക്സ് പിയും വേണം. നമ്മൾ ഈ ഓർത്തോഗണൽ മെട്രിക്സ് പി ഫോം ചെയ്യാൻ വേണ്ടി സിമ്പിൾ ആണ്. പി എന്നുള്ള മെട്രിക്സ് ആക്കി നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന u1 u2 എടുത്താൽ മതി. ഓക്കെ, കാരണം ഓർത്തോഗണൽ വെക്ടേഴ്സ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന പ്രോസസ്സ് ഗ്രാം ഷ്മിത്ത് പ്രോസസ് ആണ്. അതിലൂടെ നമ്മൾ എന്ത് ചെയ്തു, ഈ വെക്ടേഴ്സിനെ നമ്മൾ ഫൈൻഡ് ചെയ്തു. അപ്പൊ u1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നേരത്തെ ഫൈൻഡ് ചെയ്ത u1 ആയിട്ട് പിന്റെ ഫസ്റ്റ് കോൾ ചെയ്ത u2 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ u2 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, പിന്റെ അടുത്ത കോളം ആയിട്ട് എഴുതാം. സോ പി നമുക്ക് എങ്ങനെ എഴുതാം, u1 എന്നുള്ള ഫസ്റ്റ് കോൾ എഴുതി, ഇതാണ് നമ്മുടെ u1, അതുപോലെ ഇതാണ് നമ്മുടെ u2. ഓക്കെ, ഈ u1 u2 നമ്മൾ കോളം ആക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് പി എന്നുള്ള മെട്രിക്സ് കിട്ടി. ഇതായിരിക്കും നമ്മുടെ ഓർത്തോഗണൽ മെട്രിക്സ് പി. ഇനി ഇതേപോലെ നമുക്ക് ഡയഗണൽ മെട്രിക്സ് വേണമല്ലോ ഡി. അത് സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യാം, ഡി എന്നുള്ള ഡയഗണൽ മെട്രിക്സ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡയഗണൽ എലമെന്റ്സിൽ ഐഗൺ വാല്യൂസ് എഴുതാം. നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് 2 വാല്യൂസ് കിട്ടിയിരുന്നു, ലാംഡക്ക് 4 ഉം 2. അത് ഓർഡറിൽ എഴുതാം. ഓക്കെ, ആദ്യം 4 എഴുതാം, പിന്നെ 2 എഴുതാം, ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും 0 കൊടുക്കുക. ഇതായിരിക്കും നമ്മുടെ ഡയഗണൽ മെട്രിക്സ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഈ കാര്യങ്ങളെല്ലാം എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, എ ഈക്വൽ ടു പി ഇൻറ്റു ഡി ഇൻറ്റു പി ട്രാൻസ്പോസ് ഉള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിനെ എവിടെ എഴുതി, നമുക്ക് കിട്ടിയ പിനെ എവിടെ എഴുതി, പിന്നെ ഡിനെ എഴുതി, അതുപോലെ പിന്റെ ട്രാൻസ്പോസ് ഇവിടെ എഴുതി. ഇത് 3 മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് തന്നെ ആയിരിക്കും കിട്ടുന്നത്, എ എന്നുള്ളത് നമ്മുടെ ഒറിജിനൽ മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ,